മരണപ്പെട്ടവർ പേരൊന്ന് പറഞ്ഞോളി. എൻ്റെ പേര് ഷഫീഖ് എന്നാണ്. എൻ്റെ സ്ഥലം പെരുമ്പാവൂരാണ്. മുസ്ലിയാരുടെ പ്രസംഗത്തിൽ നിന്നും മരിച്ചവർ കേൾക്കുമെന്ന് വിശ്വസിച്ചാൽ അത് ഷിർക്കാണ് എന്നാണ് പറഞ്ഞത്. ഇമാമിയങ്ങൾ ഷിർക്ക് ചെയ്യില്ല എന്ന് പറയുന്ന വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഇവിടെ കൂടിയ ബഹുഭൂരിപക്ഷവും. ഇബ്നു തൈമിയ്യയും ഇബ്നു ഖയ്യൂം മരിച്ചവർ കേൾക്കുമെന്ന് അവരുടെ കിതാബുകളിൽ എഴുതി വച്ചിട്ടുണ്ട്, അവർ പ്രചരിപ്പിച്ചിട്ടുണ്ട്. ഇവർ രണ്ടുപേരും മുശ്രിക്കാണോ, ഇവർ ഷിർക്കുള്ള വിശ്വാസികളാണോ എന്നുള്ളതാണ് എനിക്കറിയേണ്ടത്. അല്ല, അവരാരും മുസ്ലിക്കുകളല്ല, ഷിർക്കുള്ള വിശ്വാസമില്ല. ഷിർക്കിനെതിരെ അതിശക്തമായി അവർ പ്രതികരിച്ചിട്ടുമുണ്ട്. ആ കേൾവിയെപ്പറ്റി അവർ പരാമർശിച്ചപ്പോൾ അവിടെ തന്നെ വളരെ കൃത്യമായ വിശദീകരണങ്ങൾ അവർ തന്നെയും നൽകിയിട്ടുണ്ട്. ഇസ്തിഹാസക്കെതിരെ അതിശക്തമായി രംഗത്തിറങ്ങിയ ആളുകളാണല്ലോ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയും ഇബ്നു ഖയ്യിമും. അതുകൊണ്ട് തന്നെ ആ കേൾവിയും കാഴ്ചയും അവർ എവിടെ പറഞ്ഞുവോ അതിന്റെ വിശദീകരണം എന്ത് എന്ന് അവർ തന്നെയും വിശദീകരിച്ചിട്ടുണ്ട്. ഇല്ലെന്ന് പറഞ്ഞ കേൾവി എന്തോ അതും അവർ പറഞ്ഞിട്ടുണ്ട്. മരിച്ചവർ കേൾക്കുമെന്ന് വിശ്വസിച്ച ഷിർക്കാണ് എന്ന് പറഞ്ഞിടത്ത് ഇപ്പൊ മരിച്ചവരോട് മലക്കുകൾ ചോദ്യം ചെയ്യുന്നുണ്ട്, ആ ചോദ്യം മരിച്ചവർ കേൾക്കുന്നുണ്ട്. മരിച്ചവർ ചോദ്യം ചെയ്യുന്നു, മലക്കുകൾ ചോദ്യം ചെയ്യുന്നു, ആ ചോദ്യം കേൾക്കുന്നു, മറുപടി പറയുന്നു. അതൊക്കെ വിശ്വസിച്ച ഷിർക്കാണ് എന്നല്ല അതിനർത്ഥം. മറിച്ച് ഇവിടുന്ന് അങ്ങോട്ടുള്ള വിളികൾ, അവിടെയാണ് ആ വിഷയം ചർച്ച വരുന്നത്. അല്ല ഓല ലോകത്ത് വലുതുണ്ടോ അവിടെ വല്ലതുണ്ടോ അതല്ലല്ലോ വിഷയം. നമ്മുടെ ഇവിടുന്നുള്ള വിളികൾ, ആ വിളികൾ അവർ കേൾക്കുകയും അവർ അറിയുകയുമൊക്കെ ചെയ്യും എന്ന അർത്ഥത്തിലാണോ? അവിടെയാണ് നമുക്ക് ആ ചർച്ച തന്നെ, അല്ലാതെ മറ്റെവിടെയുമില്ല. പിന്നെ ഒരു പക്ഷെ അവരെ പേര് പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കാം, അതല്ലെങ്കിൽ ചില ഹദീസ് സ്ഥാനത്ത് വിശദീകരണം നൽകിയിട്ടുണ്ടായിരിക്കാം. അതൊന്നും എന്തല്ല, മരിച്ചവർ നമ്മുടെ വിളി കേൾക്കുമെന്നോ അറിയുമെന്നോ ഉള്ള അർത്ഥത്തിലുള്ള വിശദീകരണമേ അല്ല. ഇബ്നു ഖയ്യൂം ചർച്ച ചെയ്ത വിഷയം തൽഖീനുമായി ബന്ധപ്പെട്ട ഭാഗത്താണ്. അഥവാ ഖബറിന്റെ അരികിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ സാധാരണ മുല്ലാക്ക ചൊല്ലിക്കൊടുക്കുന്ന തൽഖീനുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് ഇത് മലക്കുകളുടെ ചോദ്യമല്ല എന്ന് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഭൗതിക ലോകത്ത് ഉള്ള സംഭവമാണ് നമ്മുടെ ഹദീസിലുള്ളത്, ചെരുപ്പിന്റെ ശബ്ദം കേൾക്കുന്നത്. ഇത് രണ്ട് രീതിയിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. മനുഷ്യന്റെ ശബ്ദം ഖബറിലുള്ളവർ കേൾക്കുമെന്ന് വിശദീകരിച്ച ഇമാമിയങ്ങൾ മുശ്രിക്കാണ് എന്ന് പറയാൻ നിങ്ങൾ തയ്യാറുണ്ടോ? തൽഖീനുമായി ബന്ധപ്പെട്ട് ഇബ്നു ഖയ്യിം പറഞ്ഞ ഭാഗം എന്താ? ഈ വിഷയം ചർച്ച ചെയ്തത് മരിച്ചവർ കേൾക്കും എന്ന വിഷയം ചർച്ച ചെയ്ത ഭാഗമാണ് ഞാൻ പറഞ്ഞത്. തൽഖീനുമായി ബന്ധപ്പെട്ട് ഇബ്നു ഖയ്യിം പറഞ്ഞ ഭാഗം എന്താണ്, എവിടെയാണ്? നമുക്ക് പരിശോധിക്കാലോ, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട ഭാഗങ്ങൾ പറയും. ഇബ്നു തൈമിയ്യയും ഇബ്നു ഖയ്യൂമും മരിച്ചവർ കേൾക്കുമെന്ന വിഷയത്തില്ല, മരിച്ചവർ നിരുപാധികം കേൾക്കില്ല, കേൾക്കുമെന്ന വിഷയം അതാണ് ചോദിച്ചത്. നിങ്ങൾ അതിന് ഉദാഹരണമായി പറഞ്ഞതാണെന്ത്? തൽഖീനുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഇബ്നു ഖയ്യിം അത് പറഞ്ഞത് എങ്കിൽ ഇബ്നു ഖയ്യിമിലെ ഏത് കിതാബിൽ എന്തു പരാമർശമാണുള്ളത്? ഞാൻ പറയട്ടെ. നിങ്ങളിവിടെ പറഞ്ഞു മലക്കുകളുടെ സംസാരം കേൾക്കുമെന്ന് പറഞ്ഞപ്പോൾ അവിടെയല്ല ചർച്ച വന്നത്. ഖബറിന്റെ അരികിൽ നിന്ന് തൽഖീൻ ചൊല്ലിക്കൊടുക്കുക, തൽഖീനെ സംബന്ധിച്ച് ഇവർ ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, പൈസ പ്രത്യേകിച്ചും വേണ്ട. അതല്ല, ആ തൽഖീനുമായി ബന്ധപ്പെട്ട് ഇബ്നു ഖയ്യിം എന്തു പറഞ്ഞു? മുല്ലാക്ക ഖബറിലുള്ള ആൾക്ക് പറഞ്ഞു കൊടുക്കലാണ്, അത് കേൾക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട്. ഇവിടെ ആ ഭാഗം എവിടെ ഉള്ളത്? ഏത് കിതാബിലുള്ളത്? ഈ വിഷയവുമായി ബന്ധപ്പെട്ട വിഷയത്താണ് ചർച്ച ചെയ്തിരിക്കുന്നത്. അതെ, എവിടെ പറഞ്ഞു? ഇബ്നു ഖയ്യിമിന് ധാരാളം കിതാബുണ്ട്. ഏത് കിതാബിൽ എന്തു പറഞ്ഞു? ഈ വിഷയം ഇപ്പൊ ചർച്ചയ്ക്ക് വന്നത് ഇങ്ങനൊരു സംസാരം വന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. നിങ്ങൾ ചോദിച്ചത് ക്ലിയർ അല്ല, നിങ്ങളെ ചോദ്യം ക്ലിയർ അല്ല. അതുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് മലക്കുകളുടെ വിഷയം വേണ്ട, ഓക്കെ, തൽഖീനുമായി ബന്ധപ്പെട്ട വിഷയം തന്നെ ശരി, സമ്മതിച്ചു. തൽഖീനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇബ്നു ഖയ്യിം എന്താണ് പറഞ്ഞു ചോദിച്ചത്? നിങ്ങൾ പറയും. ഞാൻ പറഞ്ഞ വിഷയം ശരിക്കും നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് ഞാൻ പറഞ്ഞത് ഇബ്നു ഖയ്യിമും ഇബ്നു തൈമിയ്യയും മരിച്ചവർ കേൾക്കും എന്ന് വിശ്വസിക്കുന്നവരാണ്. അത് എവിടെ പറഞ്ഞു? മാത്രവുമല്ല, ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെരുപ്പിന്റെ ശബ്ദം കേൾക്കുമെന്ന് പറഞ്ഞ വിഷയം, ചെരുപ്പടക്കട്ടെ, അത് മരിച്ചവർ കേൾക്കും, അത് ഭൗതികമായ വിഷയമാണ്. നിങ്ങൾ സമയം കളല്ലേ, നിങ്ങൾ ഈ പറഞ്ഞ് ക്ലിയർ ആക്കിയാൽ മതി. നമ്മൾ അംഗീകരിക്കുന്നു, നിങ്ങൾ ചോദ്യം ചെയ്യല്ല, നിങ്ങൾ ചോദ്യം ചെയ്യുകയല്ല, നിങ്ങൾ പറഞ്ഞ് അംഗീകരിച്ചു തരാം. അതിനാണ് ചോദിച്ചത്. നിങ്ങൾ പറഞ്ഞെന്താണ്? തൽഖീനുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഇബ്നു ഖയ്യിം പറഞ്ഞത്. ആ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചത്. യഥാർത്ഥത്തിൽ ഞാനിവിടെ വന്നത് നാരിസ്വനാത്തിൽ ശിർക്കുണ്ടോ ഇല്ലയോ എന്ന വിഷയം ചോദിക്കാൻ വേണ്ടിയാണ്. പക്ഷേ ഇവിടെ സംസാരിച്ച കൂട്ടത്തിൽ ഇവിടെ നമ്മുടെ ചിരി നമുക്ക് പറ്റിയ മര്യാദ അല്ല. ഇസ്ലാമിക സദസ്സിൽ അത് പാടില്ല. നമ്മളെ ഗൗരവമായി കാണും. ഇത് ദീനിയായ ചർച്ചയാണ്. അതുകൊണ്ട് നമ്മൾ വിഷയം പഠിക്കാൻ വേണ്ടിയാണ് അത് ആ നിലയ്ക്ക് നമ്മൾ കാണുക. ഫൈസൽ മുസ്ലിയാർ, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്.
ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യം ചോദിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. പക്ഷേ ഫൈസൽ മുസ്ലിയാർ വിശദീകരിച്ച കൂട്ടത്തിൽ മരിച്ചവർ കേൾക്കുമെന്ന് വിശ്വസിക്കൽ അത് ശിർക്കാണ്, നിരുപാധിക ശിർക്കാണെന്ന രീതിയിൽ ഫൈസൽ മുസ്ലിയാർ സംസാരിച്ചപ്പോൾ അപ്പോഴാണ് ഞാൻ എന്ത് ചെയ്തത്, ഇബ്നു തൈമിയും ഇബ്നു ഖയ്യിമും മരിച്ചവർ കേൾക്കുമെന്ന് വിശ്വസിച്ചവരാണ്, അവർ മുശ്രിക്കാണോ എന്ന് ചോദിച്ചത്. ഞാൻ ചോദിക്കുന്നതല്ല, പറഞ്ഞു മലക്കുകൾ പറഞ്ഞ കേൾക്കും. അപ്പൊ ഞാൻ അത് പറഞ്ഞു. എന്താണ് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? അതൊക്കെ ഒന്നും പ്രശ്നമല്ല, മലക്കുകൾ വിട്ടാളി, മലക്കുകളുടെ വിഷയം വിട്ടു. ഞാൻ പറഞ്ഞതല്ല, ഭൗതികമായ കേൾക്കി. നിങ്ങൾ ചോദിച്ചത് എന്താണ്? ഇബ്നു ഖയ്യിമും ഇബ്നു തൈമിയും ശിർക്കിന്റെ വിശ്വാസമുള്ളവരാണോ? അതിന് താങ്കൾ തെളിവായി കൊണ്ടുവന്ന എന്താണ്? തൽഖീന്റെ വിഷയത്തിൽ ഇബ്നു ഖയ്യിം അത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത് എന്താണ് പറഞ്ഞത്? അത് പറയും, എവിടെയാണ് പറഞ്ഞത്, എന്താ പറഞ്ഞത്? വിഷയത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇത് പറയാൻ വേണ്ടി വന്നതല്ല, അത് എവിടെയാണെന്ന് എനിക്കത് മനസ്സിലാകുന്നില്ലേ? ഈ പ്രവർത്തകർക്ക് ഞാൻ കാണിച്ചു കൊടുക്കാം ഇൻഷാ അല്ലാഹ്. അത് പറഞ്ഞാൽ മതി. ഹദീസിൽ തന്നെ അതെടുക്കാം. അതിന് മുമ്പ് നിങ്ങൾ ഇപ്പൊ ചോദിച്ചു പറഞ്ഞ എന്താണ്? ഹദീസ് നമുക്ക് എടുക്കാം, ചെരുപ്പടി ശബ്ദമൊക്കെ എടുക്കാം, കുഴപ്പമില്ല. നിങ്ങൾ ഇപ്പൊ പറഞ്ഞത് ഇബ്നു ഖയ്യിമും ഇബ്നു തൈമിയയും ശിർക്കിന്റെ വിശ്വാസമുള്ളവരാണോ? ആണെന്ന് ഞാൻ പറഞ്ഞ വാദമാണ് തൗഹീദെങ്കിൽ ഇബ്നു ഖയ്യിമും ഇബ്നു തൈമിയയും ശിർക്കിന്റെ വാഹകരാണ് ഞാൻ സമ്മതിക്കേണ്ടി വരും. അതാണല്ലോ അല്ലെ? വൽഹാസിൽ അതാണ് ശരി. അതിന് താങ്കൾ തെളിവായി ഉദ്ദേശിച്ചത് എന്താണ്? ഇബ്നു ഖയ്യിം തൽഖീനുമായി ബന്ധപ്പെട്ട് ഈ പരാമർശം നടത്തിയിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നു, അവിടെയല്ല ഞാൻ പറഞ്ഞത്. പിന്നെ ഇവിടെ മലക്കുകളുടെ ചോദ്യം, അതൊരു ശരി, മലക്കുകളുടെ ചോദ്യം അതല്ല, ഇവിടെ ഭൗതികമായ രീതിയിലുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇബ്നു ഖയ്യിം എന്താ പറഞ്ഞത്? ഇബ്നു ഖയ്യിം എന്താ പറഞ്ഞത്? ഇബ്നു ഖയ്യിം ഞാൻ പറഞ്ഞത് ഇബ്നു ഖയ്യിമിനും അത് ഇവർക്ക് രണ്ടുപേർക്ക് വിശ്വാസമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. എന്ത് വിശ്വാസം? എവിടെ വിശ്വാസം? തെളിവ് വേണ്ടേ? നിങ്ങൾ പറയാ. ഞാൻ ആദ്യം പറഞ്ഞു, ഇത് തെളിവ് പറയാൻ വേണ്ടിയല്ല ഞാൻ വന്നത്. നിങ്ങൾ പറഞ്ഞപ്പോൾ, നിങ്ങളിങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇബ്നു ഖയ്യിം ഇബ്നു തൈമിയ്ക്ക് ആ വിശ്വാസമില്ല. ഇബ്നു തൈമിയ്ക്ക് ആ വിശ്വാസമില്ല. എവിടെയുള്ളത്? അങ്ങനെ വിശ്വാസം ഉണ്ടെങ്കിൽ അത് വായിക്ക്. ഉണ്ടെങ്കിൽ അവർ മുശ്രിക്കാണെന്ന് നിങ്ങൾ പറയും. ഉണ്ടെങ്കിൽ ഇല്ലല്ലോ. ഉണ്ടെങ്കിൽ നിങ്ങൾ പറയേണ്ടി വരും. ഇല്ലല്ലോ, ഇല്ലാത്ത പറഞ്ഞ എങ്ങനെ? ഇപ്പൊ ഒരാൾ പറയാം കാന്തപുരത്തിന് കൂടി വിശ്വാസം ഉണ്ടെങ്കിൽ ഇല്ല, നമുക്ക് ഉറപ്പല്ലേ? അപ്പൊ നിങ്ങൾ ഉദ്ദേശിച്ചത്, ഞാൻ നിങ്ങളോട് മാന്യമായി പറയാണ്, ഇബ്നു ഖയ്യിമിന്റെയും ഇബ്നു തൈമിയ്യയും കിതാബിൽ എന്താണോ ഉണ്ടെന്ന് നിങ്ങൾ വിചാരിച്ചത് അത് നിങ്ങൾ ഒന്നുകൂടി പരിശോധിക്കുക. ആ കിതാബ് ഓക്കെ. അപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ തെളിവ് കണ്ടിട്ടുണ്ടോ? ആ ശരി, അത് പറഞ്ഞാൽ മതി. ഏത് കിതാബിലുള്ളത് പറഞ്ഞാൽ മതി. ഏത് കിതാബിലുള്ളത്? ഓക്കെ ശരി, കുഴപ്പമില്ല. ഓക്കെ ശരി, അദ്ദേഹത്തിന് ഓർമ്മയില്ലാത്തതുകൊണ്ടാണ്, കുഴപ്പമില്ല, വിട്ടു. അദ്ദേഹത്തെ കിതാബ് ഓർമ്മയില്ല. ഓക്കെ, ഉണ്ടെങ്കിൽ നമുക്ക് പരിശോധിക്കണമല്ല. എന്താ ഇബ്നു ഖയ്യിം അല്ല, ഇബ്നു തൈമിയ്യ അല്ല, ആരായാലും ഉണ്ട് എങ്കിൽ നിങ്ങൾ പറയാൻ തയ്യാറുണ്ടോ? അതുണ്ട് തെളിയിട്ടതല്ലേ? അല്ല, പറഞ്ഞാൽ മതി. ഇല്ലാന്ന് ഞാൻ തെളിയിക്കാമെന്ന് പറഞ്ഞു. ശരി, നിങ്ങൾ തെളിയിക്കുമ്പോ നോക്കാം. തെളിയിക്കുമ്പോ നോക്കാം നമുക്ക്.